വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് സെമ്മിലെ ഹിസ്റ്ററി ഓഫ് മാസ് മീഡിയ എന്ന പേപ്പറാണ്. ഇതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പ്രസ്. ഇന്ത്യയിലെ പ്രസ്സിൻ്റെ, ദാറ്റ് മീൻസ് ന്യൂസ് പേപ്പറിൻ്റെ ആവിർഭാവമാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. പ്രിൻറ്റിംഗ് പ്രസ് ഇന്ത്യയിൽ ഫസ്റ്റ് കൊണ്ടുവന്നത് 16-ാം നൂറ്റാണ്ടിൽ ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. സുവിശേഷത്തിനും മതം മാറ്റത്തിനും സഹായകമാവുന്ന പബ്ലിക്കേഷനാണ്, ദാറ്റ് മീൻസ് ബൈബിളും അതുപോലുള്ള സുവിശേഷത്തിനുള്ള സാഹിത്യകൃതികളുമാണ് ഇത്തരത്തിൽ അവർ പബ്ലിഷ് ചെയ്തത്. ഡോക്ടർ നദീക് കൃഷ്ണമൂർത്തി അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ ജേർണലിസം എന്ന ബുക്കിൽ പറയുന്നത് ഇന്ത്യയിലെ ഫസ്റ്റ് പ്രിൻ്റഡ് ബുക്ക് 1557 ഗോവയിൽ പുറത്തിറക്കിയ മിഷണറി വർക്കായ ഡോക്ട്രീന ക്രിസ്റ്റ അഥവാ ഡോക്ട്രിൻ ഓഫ് ക്രൈസ്റ്റ് ആണ്. ഇന്ത്യയിലെ സെക്കൻഡ് പ്രിൻറ്റിംഗ് പ്രസ് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലെ പൂനിക്കൽ എന്ന സ്ഥലത്ത് 1578 സ്ഥാപിതമായത്. ഇതും ക്രിസ്ത്യൻ ഇനീഷ്യേറ്റീവായിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് പേർപ്പസിൻ്റെ സുഗമമായ നടത്തിപ്പിന് ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രിൻറ്റിംഗ് പ്രസ്സുകൾ സ്ഥാപിച്ചിരുന്നു. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ന്യൂസ് പേപ്പർ പുറത്തിറങ്ങുന്നത്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി എന്ന ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്തത്. 1780 ജനുവരി 29 കൽക്കട്ടയിൽ നിന്നും പുറത്തിറങ്ങിയ ബംഗാൾ ഗസറ്റാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ന്യൂസ് പേപ്പർ. കൽക്കട്ട ജനറൽ അഡ്വൈസർ എന്നും ഇത് അറിയപ്പെടുന്നു. ഇംഗ്ലീഷിൽ പുറത്തിറങ്ങിയ ഒരു വീക്കിലി ആയിരുന്നു ബംഗാൾ ഗസറ്റ്. പ്രധാനമായും കൽക്കട്ടയിൽ താമസിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ അഡ്രസ്സ് ചെയ്താണ് ഇത് ഇറങ്ങിയിരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് പേജ് മുഴുവൻ അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു. ജെയിംസ് ഓഗസ്റ്റസ് ഹിക്കി ആയിരുന്നു ഇതിൻ്റെ ഫൗണ്ടറും എഡിറ്ററും പ്രിൻ്ററും പ്രൊമോട്ടറും ഒക്കെ. 12x8 ഇഞ്ചസ് സൈസിലുള്ള 2 പേജ് ന്യൂസ് പേപ്പർ ആയിരുന്നു ഇത്. വായിക്കാനുള്ളതിനേക്കാളും കൂടുതൽ അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു ഇതിൽ. അതുപോലെ തന്നെ ഇന്ത്യക്കാരെ സംബന്ധിക്കുന്ന യാതൊരു വാർത്തയും ഇതിലില്ലായിരുന്നു. അന്നത്തെ ഗവർണർ ജനറലായിരുന്ന വാറൻ ഹേസ്റ്റിംഗ് ബംഗാൾ ഗസറ്റിലൂടെ നിരന്തരം ആക്ഷേപത്തിന് ഇരയായിരുന്നു. 1781 മാനനഷ്ടത്തിന് എഡിറ്ററായിരുന്ന ഹിക്കിക്കെതിരെ നടപടി വരികയും അദ്ദേഹത്തിന് 1 വർഷം തടവും 2000 രൂപ പിഴശിക്ഷയും കിട്ടി. എന്നിരുന്നാലും ഇതിൻ്റെ പബ്ലിക്കേഷൻ തുടർന്നിരുന്നു. പിന്നീട് 1782 മാർച്ചിൽ ഈ ന്യൂസ് പേപ്പറിൻ്റെ പ്രസ് കണ്ടുകെട്ടി. ഇതോടുകൂടി ബംഗാൾ ഗസറ്റിൻ്റെ പ്രസിദ്ധീകരണം നിലച്ചു. നെക്സ്റ്റ്, ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമിനെ കുറിച്ച് നോക്കാം. സർ ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം ഇന്ത്യൻ ജേർണലിസത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. 1818 ഒക്ടോബർ 2 കൽക്കട്ടയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ എഡിറ്റർഷിപ്പിൽ കൽക്കട്ട ജേണൽ പുറത്തിറങ്ങി. 8 പേജുകളുള്ള ഒരു ബൈവീക്കിലി ആയിരുന്നു ഇത്. 1 രൂപയായിരുന്നു വില. പൊളിറ്റിക്കൽ, കൊമേഴ്ഷ്യൽ, ലിറ്റററി ന്യൂസുകളൊക്കെ ഇതിലുണ്ടായിരുന്നു. സോ കൽക്കട്ട ജേണൽ മുമ്പ് ഇറങ്ങിയ ബംഗാൾ ഗസറ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. നാം നേരത്തെ കണ്ടു, ബംഗാൾ ഗസറ്റിൽ കൂടുതലും അഡ്വർടൈസ്മെൻറ്റും ഗോസിപ്സും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. കൽക്കട്ട ജേണലിലൂടെ സർ ജെയിംസ് സിൽക്ക് സതിക്കെതിരെ എഴുതുകയും അത് തടയുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ പരാജയം തുറന്നു കാണിക്കുകയും ചെയ്തു. ബംഗാളി, പേർഷ്യൻ ജേണലുകളിലെ വാർത്തകൾക്കും വീക്ഷണങ്ങൾക്കും അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തു. ഇന്ത്യൻ പ്രസ്സുകളെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു. രംഗസ്വാമി പാർത്ഥസാരഥി തൻ്റെ ജേർണലിസം ഇൻ ഇന്ത്യ എന്ന ബുക്കിൽ സർ ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമിനെ ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നു. പിന്നീട് ബ്രിട്ടീഷ് അതോറിറ്റി സർ ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാമിനെ ഇംഗ്ലണ്ടിലേക്ക് നാടുകടത്തി. സോ അദ്ദേഹത്തെ ഫസ്റ്റ് റിയൽ ഇന്ത്യൻ ജേർണലിസ്റ്റായി കണക്കാക്കുന്നു. ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ വളർച്ചയ്ക്ക് അദ്ദേഹം ഒരു പ്രചോദനമായിരുന്നു. നെക്സ്റ്റ്, സേരാംപൂർ മിഷണറീസിൻ്റെ സംഭാവന നോക്കാം. ബംഗാളിലെ സേരാംപൂരിൽ താമസിച്ചിരുന്ന ഒരു കൂട്ടം ബാപ്റ്റിസ്റ്റ് മിഷണറീസാണിവർ. സേരാംപൂർ മിഷണറീസാണ് ആദ്യമായി പ്രാദേശിക ഭാഷയിൽ ന്യൂസ് പേപ്പർ ആരംഭിച്ചത്. ഇവർ പബ്ലിഷ് ചെയ്ത 2 മാഗസിൻസാണ് ദിഗ് ദർശനും ദ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും. ദിഗ് ദർശൻ 1818 ബംഗാളി ഭാഷയിൽ പുറത്തിറങ്ങിയ ഒരു മാഗസിനാണ്. പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഇതിൽ വാർത്തകളായി വന്നിരുന്നെങ്കിലും രാഷ്ട്രീയ വിവാദങ്ങൾ ദിഗ് ദർശൻ മാഗസിൻ ഒഴിവാക്കി. നോട്ടീസുകൾ, ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസ് എന്നിവയെല്ലാം ദിഗ് ദർശൻ മാഗസിനിൽ പബ്ലിഷ് ചെയ്തിരുന്നു. 1819 ദിഗ് ദർശൻ സമാചാർ ദർപ്പൺ എന്ന് പേര് മാറ്റുകയും 1840 വരെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. 1829 ഇതൊരു ബൈലിംഗൽ വീക്കിലി ആയിട്ട് മാറി. 1818 ഏപ്രിൽ 30 ആരംഭിച്ച ഒരു മന്ത്ലി മാഗസിനായിരുന്നു ദ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. ക്രിസ്തുമതത്തിലേക്കുള്ള കൺവേർഷനെ സഹായിക്കുകയും ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വ്യൂസിനെ
സപ്പോർട്ട് ചെയ്യുകയുമാണ് ഈ മാഗസിൻ ചെയ്തിരുന്നത്. ഇന്ത്യക്കാരെക്കുറിച്ചും ഇന്ത്യയുമായി ബന്ധപ്പെട്ട ന്യൂസുകൾക്കും ഈ മാഗസിൻ ഒരു സ്പേസ് നീക്കിവെച്ചിരുന്നു. 1827 സാമ്പത്തിക പ്രയാസങ്ങളെ തുടർന്ന് ദ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഈ മാഗസിൻ പബ്ലിക്കേഷൻ നിർത്തി. നെക്സ്റ്റ്, രാജാറാം മോഹൻ റോയിയുടെ സംഭാവനകൾ നോക്കാം. രാജാറാം മോഹൻ റോയിയെയാണ് പല ഹിസ്റ്റോറിയൻസും ഇന്ത്യൻ ജേർണലിസത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത്. അദ്ദേഹം ഒരുപാട് ജേർണൽസ് നടത്തുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ക്രിസ്ത്യൻ മിഷണറീസിൻ്റെ വേദാന്ത ഫിലോസഫിക്കെതിരെയുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കുകയും ചെയ്തിരുന്നു. സമ്പദ് കൗമുദി, മിറാത്തുൽ അക്ബർ, ബ്രാഹ്മണിക്കൽ മാഗസിൻ തുടങ്ങിയവയാണ് രാജാറാം മോഹൻ റോയ് പുറത്തിറക്കിയ പ്രധാന ന്യൂസ് പേപ്പേഴ്സ്. സമ്പദ് കൗമുദി 1821 ഡിസംബറിൽ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ഒരു വീക്കിലി ആയിരുന്നു. ജെയിംസ് സിൽക്ക് ബക്കിംഗ്ഹാം എഡിറ്ററായിരുന്ന ദ കൽക്കട്ട ജേണൽ അവരുടെ കോളങ്ങളിലൂടെ സമ്പദ് കൗമുദിക്ക് നല്ല പ്രചാരം നൽകിയിരുന്നു. മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയ് പുറത്തിറക്കിയ രണ്ടാമത്തെ ജേണലാണ്. 1821 ഇത് പുറത്തിറക്കിയത്. മുഗൾ എംപയറിൻ്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിരുന്ന പേർഷ്യൻ ഭാഷയിലാണ് ഇത് പുറത്തിറക്കിയത്. എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഇത് പുറത്തിറക്കിയത്. ദേശീയ അന്താരാഷ്ട്ര സംഭവങ്ങളെല്ലാം മിറാത്തുൽ അക്ബറിൽ ഉൾപ്പെടുത്തിയിരുന്നു. 1823 പ്രസ് റെഗുലേഷൻ ആക്ടിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി മിറാത്തുൽ അക്ബർ അതിൻ്റെ പബ്ലിക്കേഷൻ നിർത്തിയത്. ഇംഗ്ലീഷിൽ പുറത്തിറക്കിയ ഒരു മന്ത്ലി ആയിരുന്നു ബ്രാഹ്മണിക്കൽ മാഗസിൻ. മിഷണറിമാരുടെ പ്രചാരണത്തെ എതിർക്കുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. ബ്രാഹ്മണിക്കൽ മാഗസിൻ്റെ 12 ലക്കങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. രാജാറാം മോഹൻ റോയ് തൻ്റെ പബ്ലിക്കേഷൻസിലൂടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ തടയുകയും അതോടൊപ്പം സോഷ്യൽ റിഫോംസിന് അനുകൂലമായി ഇന്ത്യക്കാർക്കിടയിൽ കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. റാം മോഹൻ റോയിയുടെ പബ്ലിക്കേഷനെയാണ് യാഥാർത്ഥ്യ ഇന്ത്യൻ പബ്ലിക്കേഷൻസായി കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, അത് ഇന്ത്യക്കാരെയും അവരെ കാഴ്ചപ്പാടുകളെയുമാണ് സപ്പോർട്ട് ചെയ്തത്. നെക്സ്റ്റ്, ഫ്രീഡം മൂവ്മെൻറ്റ് ആൻഡ് ദ പ്രസ് എന്ന ടോപ്പിക്ക് നോക്കാം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ന്യൂസ് പേപ്പറുകളുടെയും പബ്ലിക്കേഷൻ്റെയും വളർച്ചയ്ക്ക് സഹായകരമായി. പിന്നീട് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയതും ദേശീയവാദികളുടെ പ്രസ്സുകൾ തടഞ്ഞതും 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായതും ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാവാൻ കാരണമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 1885 എ.ഒ. ഹ്യൂമാണ് സ്ഥാപിച്ചത്. INC പിന്നീട് രാജ്യത്തിൻ്റെ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി എന്നൊക്കെ നമുക്കറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് സെഷൻ, അതായത് ബോംബെ സെഷനിൽ പ്രധാന ന്യൂസ് പേപ്പർ സ്ഥാപകരും എഡിറ്റേഴ്സുമൊക്കെ പങ്കെടുത്തിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ന്യൂസ് പേപ്പറുകളെ തടഞ്ഞിരുന്നു. പ്രധാനമായും മിലിറ്ററി ആൻഡ് നേവൽ വാർത്തകൾ കൊടുക്കുന്നതിനെയാണ് നിയമം മൂലം അവർ തടഞ്ഞത്. നെക്സ്റ്റ്, എമർജൻസ് ഓഫ് ഗാന്ധി എന്ന ടോപ്പിക്ക് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒരു ദേശീയ നേതാവായി ഉയർന്നു വരുന്നത്. യങ് ഇന്ത്യ, ഹരിജൻ, നവജീവൻ എന്നീ പബ്ലിക്കേഷൻസ് ഗാന്ധിയുടേതായിരുന്നു. ഈ പബ്ലിക്കേഷനിലൂടെ നാഷണൽ മൂവ്മെൻറ്റിനെ ഗാന്ധി ഗൈഡ് ചെയ്യുകയും നോൺ വയലൻസ്, സത്യാഗ്രഹ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. 1930 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രസ്സുകളെ തടയാൻ ഒരു ഓർഡിനൻസ് പുറത്തിറക്കി. ഈ ഓർഡിനൻസിൻ്റെ പ്രധാന ലക്ഷ്യം മഹാത്മാഗാന്ധിയുടെ ദണ്ഡി മാർച്ചിനെക്കുറിച്ചുള്ള വാർത്തകൾ പബ്ലിഷ് ചെയ്യുന്നത് തടയലായിരുന്നു. ഈ ഓർഡിനൻസിലൂടെ ഒരു വലിയ എമൗണ്ട് മണി ന്യൂസ് പേപ്പറുകളോട് സെക്യൂരിറ്റി എമൗണ്ടായിട്ട് കെട്ടിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതേസമയം ദേശീയ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന പുതിയ ന്യൂസ് പേപ്പേഴ്സ് ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിലായി ഉയർന്നു വന്നു. ദ ഇന്ത്യൻ എക്സ്പ്രസ്, ഫ്രീ പ്രസ് ജേണൽ, ദ ഡോൺ, ഹിന്ദുസ്ഥാൻ, ബ്ലിറ്റ്സ്, നാഷണൽ ഹെറാൾഡ്, മാതൃഭൂമി തുടങ്ങിയവയാണ് ദേശീയ പ്രസ്ഥാനങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന ന്യൂസ് പേപ്പേഴ്സ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സമയത്തും ബ്രിട്ടീഷ് അതോറിറ്റീസ് ഇന്ത്യൻ പ്രസ്സുകളെ അടിച്ചമർത്താൻ ശ്രമിച്ചിരുന്നു. അന്ന് പ്രീ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് മഹാത്മാഗാന്ധി ഹരിജൻ വീക്ക്ലിയുടെ പ്രസിദ്ധീകരണം നിർത്തിയിരുന്നു. നാഷണൽ ഹെറാൾഡിനും 1942 ഓഗസ്റ്റിൽ പബ്ലിക്കേഷൻ നിർത്തേണ്ടി വന്നു. പിന്നീട് 1945 നാഷണൽ ഹെറാൾഡ് പബ്ലിക്കേഷൻ പുനരാരംഭിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി പല ബ്രിട്ടീഷ് ന്യൂസ് പേപ്പേഴ്സും ഇന്ത്യക്കാരുടെ കയ്യിലെത്തി. ബ്രിട്ടീഷ് ഓണേഴ്സ് അവരുടെ ഇന്ത്യയിലെ ന്യൂസ് പേപ്പറുകളുടെ ഷെയറും ഓണർഷിപ്പുമൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചു. ദ ടൈംസ് ഓഫ് ഇന്ത്യ രാമകൃഷ്ണ ദാൽമിയെയും ദ സ്റ്റേറ്റ്സ്മാൻ ടാറ്റ ഗ്രൂപ്പും വാങ്ങി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ പ്രസ്സുകൾ വളരെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു.
പബ്ലിക് ഒപ്പീനിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലും ബ്രിട്ടീഷുകാരെ എതിർക്കുന്നതിലും ഇന്ത്യൻ പ്രസിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. നെക്സ്റ്റ്, ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ മഹാത്മാഗാന്ധിയുടെ റോൾ എന്തായിരുന്നു എന്ന് നോക്കാം. ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ലീഡർ എന്നതോടൊപ്പം മഹാത്മാഗാന്ധി ഒരു ജേർണലിസ്റ്റും ന്യൂസ് പേപ്പർ പ്രൊമോട്ടറുമായിരുന്നു. 1903 മുതൽ 1915 വരെ സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വീക്കിലി അദ്ദേഹം പുറത്തിറക്കിയിരുന്നു. ഇംഗ്ലീഷ്, ഗുജറാത്തി, തമിഴ്, ഹിന്ദി എന്നീ ഭാഷയിലൊക്കെ ഇന്ത്യൻ ഒപ്പീനിയൻ പുറത്തിറങ്ങിയിരുന്നു. സൗത്ത് ആഫ്രിക്കയിൽ നിന്നും തിരിച്ചു വന്ന് ഇന്ത്യയിൽ അദ്ദേഹം ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി. ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷനായിരുന്നു യങ് ഇന്ത്യ. 1919 മുതൽ 1931 വരെയാണ് യങ് ഇന്ത്യ പുറത്തിറങ്ങിയത്. അതുപോലെ ഹരിജൻ 1933 മുതൽ 1942 വരെയും പിന്നീട് 1946 മുതൽ 1948 വരെയും ഹരിജൻ പുറത്തിറങ്ങി. മഹാത്മാഗാന്ധി ജേർണലിസത്തെ ഒരു നോബിൾ പ്രൊഫഷനായാണ് കണ്ടത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ പോപ്പുലർ ഫീലിങ്സ് മനസ്സിലാക്കുകയും അത് വളർത്തിയെടുക്കുന്നതും ന്യൂസ് പേപ്പറിൻ്റെ ലക്ഷ്യമാണ്. അതുപോലെ ഡിസൈറബിൾ സെൻറ്റിമെൻറ്റ്സ് ആളുകളിൽ വളർത്തിയെടുക്കുകയും പോപ്പുലർ ഡിഫക്റ്റുകളെ തുറന്നു കാണിക്കലും ഒരു ന്യൂസ് പേപ്പറിൻ്റെ ലക്ഷ്യമാണ്. നെക്സ്റ്റ്, പ്രസ് ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറ എന്ന ടോപ്പിക്ക് നോക്കാം. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷമുള്ള ന്യൂസ് പേപ്പറുകളെ കുറിച്ചാണ് ഇതിൽ നാം ചർച്ച ചെയ്യുന്നത്. ഇന്ത്യൻ ന്യൂസ് പേപ്പറുകളിൽ 48 ന്യൂസ് പേപ്പറുകൾ 100 വർഷം പൂർത്തിയാക്കിയവയാണ്. മുംബൈയിൽ നിന്നും പബ്ലിഷ് ചെയ്യുന്ന മുംബൈ സമാചാർ എന്ന ഗുജറാത്തി ഡയലിയാണ് ഇന്നും പബ്ലിഷ് ചെയ്യുന്ന ഏറ്റവും പഴക്കം ചെന്ന ന്യൂസ് പേപ്പർ. 1822 ഇതിൻ്റെ പബ്ലിക്കേഷൻ ആരംഭിച്ചത്. 2014 മാർച്ച് 31 വരെ 13,350 രജിസ്ട്രേഡ് ഡയലീസ് ഇന്ത്യയിലുണ്ട്. ഹിന്ദി ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പറുകളുള്ളത്. ഹിന്ദി ഭാഷയിൽ 3,213 ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. ഉറുദു ഭാഷയിൽ 929 എണ്ണമുണ്ട്. ഇംഗ്ലീഷിൽ 695 എണ്ണം, തെലുങ്കു ഭാഷയിൽ 562. ഇങ്ങനെയാണ് ന്യൂസ് പേപ്പേഴ്സിൻ്റെ കണക്ക്. ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള സിംഗിൾ എഡിഷൻ ന്യൂസ് പേപ്പർ ആനന്ദ ബസാർ പത്രിക എന്ന ബംഗാളി ന്യൂസ് പേപ്പറാണ്. സെക്കൻഡ്, ദ ടൈംസ് ഓഫ് ഇന്ത്യ എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിനും തേർഡ്, ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിനുമാണ്. ദ ടൈംസ് ഓഫ് ഇന്ത്യക്ക് 29 എഡിഷൻസ് ഉണ്ട്. ടോട്ടൽ എഡിഷൻ സർക്കുലേഷനിൽ ടൈംസ് ഓഫ് ഇന്ത്യ ഒന്നാമതും ദൈനിക് ഭാസ്കർ 35 എഡിഷനിലായി 2ാം സ്ഥാനത്തും നിലനിൽക്കുന്നു. നെക്സ്റ്റ്, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ PCIയെ കുറിച്ച് നോക്കാം. 1954 ഫസ്റ്റ് പ്രസ് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ PCI സ്ഥാപിതമായത്. പ്രസ് പേഴ്സണെ പുറമേയുള്ള സമ്മർദ്ദങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും അതുപോലെ അവരുടെ എത്തിക്സും റെസ്പോൺസിബിലിറ്റിയും ഉറപ്പുവരുത്തുകയുമാണ് പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം. ഒരു ചെയർപേഴ്സണും 28 മെമ്പേഴ്സുമാണ് കൗൺസിൽ ബോഡിയിലുള്ളത്. സാധാരണയായി റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജാണ് PCI ചെയർപേഴ്സൺ. PCIക്ക് സ്വമേധയാ അന്വേഷണം പ്രഖ്യാപിക്കാനും പെരുമാറ്റ ദൂഷ്യം, ഗിൽറ്റ് എന്നിവയ്ക്കെതിരെ ന്യൂസ് പേപ്പറിനെ സെൻസർ ചെയ്യാനും ന്യൂസ് ഏജൻസി, എഡിറ്റർ, ജേർണലിസ്റ്റ് എന്നിവർക്കെതിരെ നടപടിയെടുക്കാനും സാധിക്കും. നെക്സ്റ്റ്, ഫസ്റ്റ് പ്രസ് കമ്മീഷൻ റിപ്പോർട്ട് നോക്കാം. ജസ്റ്റിസ് GS രാജ്യാധ്യക്ഷ ചെയർമാനായുള്ള ഫസ്റ്റ് പ്രസ് കമ്മീഷൻ 1952 സെപ്റ്റംബർ 23 നിയമിതമായത്. 1954 കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. കമ്മീഷൻ്റെ പ്രധാന റെക്കമെൻഡേഷൻ ഇനി പറയുന്നവയാണ്. ഒന്നാമതായി, ഒരു പ്രസ് കൗൺസിൽ സ്ഥാപിക്കണം. ഇതിലൂടെ പ്രസിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ് വളർച്ച ഉറപ്പുവരുത്തണം. രണ്ടാമതായി, ആനുവൽ റിപ്പോർട്ട് നൽകുന്ന ഒരു പ്രസ് രജിസ്ട്രാർ വേണം. മൂന്നാമതായി, അഡ്വർടൈസിംഗ് കൗൺസിൽ വേണം. ഇതിലൂടെ പരസ്യങ്ങളുടെ എത്തിക്സ് ഉറപ്പുവരുത്തണം. അതുപോലെ റീഡർഷിപ്പ് സർവേ നടത്തണം. നാലാമതായി, ഗവൺമെൻറ് ഓൺഡോ കൺട്രോൾഡോ ആയ ഒരു ന്യൂസ് ഏജൻസി വേണം. അഞ്ചാമതായി, ഗവൺമെൻറ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പറിൻ്റെ പൊളിറ്റിക്കൽ ഓർ കമ്മ്യൂണൽ ബാക്ക്ഗ്രൗണ്ടോ മറ്റെന്തെങ്കിലും മാനദണ്ഡങ്ങൾ പ്രകാരമോ ന്യൂസ് പേപ്പറിനോട് വിവേചനം കാണിക്കാൻ പാടില്ല. ഇതെല്ലാമാണ് ഫസ്റ്റ് പ്രസ് കമ്മീഷൻ റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശങ്ങൾ. ഇനി സെക്കൻഡ് പ്രസ് കമ്മീഷൻ റിപ്പോർട്ട് നോക്കാം. 1980 ജസ്റ്റിസ് KK മാത്യുവിൻ്റെ ചെയർമാൻഷിപ്പിൽ 10 മെമ്പേഴ്സുള്ള ഒരു കമ്മീഷനായിരുന്നു സെക്കൻഡ് പ്രസ് കമ്മീഷൻ. 1982 കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. കമ്മീഷൻ്റെ പ്രധാന റെക്കമെൻഡേഷൻസ് ആയിരുന്നു: ഫസ്റ്റ് വൺ, MRTP ആക്ട് ആൻഡ് പ്രസ്. സെക്കൻഡ് പ്രസ് കമ്മീഷൻ 1969 MRTP ആക്ട് ന്യൂസ് പേപ്പർ ഇൻഡസ്ട്രിക്കും ബാധകമാക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതുപോലെ മറ്റു ബിസിനസ് സംരംഭങ്ങളിൽ നിന്നും പ്രസ്സിനെ മാറ്റാനും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇതിലൂടെ ന്യൂസ് പേപ്പർ പബ്ലിഷർക്ക് മറ്റു ബിസിനസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് തടസ്സം നേരിട്ടു. കമ്മീഷൻ്റെ മറ്റൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു ന്യൂസ് ടു അഡ്വർടൈസ്മെൻറ്റ് റേഷ്യോ.
പരസ്യങ്ങളോടുള്ള ന്യൂസ് പേപ്പറിൻ്റെ ഡിപ്പെൻഡൻസ് കുറയ്ക്കണമെന്നും ഒരു റേഷ്യോ വേണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഇതിലൂടെ മാത്രമേ ആരോഗ്യകരമായ മത്സരം ഉറപ്പുവരുത്താൻ സാധിക്കൂ എന്നും കമ്മീഷൻ കണ്ടെത്തി. അതുപോലെ മീഡിയം, സ്മാൾ ന്യൂസ് പേപ്പറിൻ്റെ വളർച്ച ഉറപ്പുവരുത്തുന്നതിന് ഒരു ന്യൂസ് പേപ്പർ ഡെവലപ്മെൻറ്റ് കമ്മീഷൻ വേണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. നെക്സ്റ്റ്, ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി അഥവാ INS എന്താണെന്ന് നോക്കാം. ന്യൂസ് പേപ്പർ പബ്ലിഷേഴ്സിൻ്റെ സെൻട്രൽ ബോഡിയാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി അഥവാ INS. 1939 സ്ഥാപിതമായ ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി ന്യൂസ് പേപ്പർ പ്രൊപ്രൈറ്റേഴ്സിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നു. ആദ്യകാലത്ത് INS ഇന്ത്യൻ ആൻഡ് ഈസ്റ്റേൺ ന്യൂസ് പേപ്പർ സൊസൈറ്റി IENS എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ PTI INSൻ്റെ ശ്രമഫലമായാണ് സ്ഥാപിതമായത്. 1948 ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ സ്ഥാപിക്കുന്നതിലും INS പ്രധാന പങ്കുവഹിച്ചു. ഇന്ന് ഏകദേശം 700 മെമ്പേഴ്സ് INSലുണ്ട്. നെക്സ്റ്റ്, ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ എന്താണെന്ന് നോക്കാം. 1948 ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ അഥവാ ABC സ്ഥാപിതമായത്. ഇതൊരു നോൺ പ്രോഫിറ്റ് അസോസിയേഷനാണ്. പബ്ലിഷേഴ്സ്, അഡ്വർടൈസേഴ്സ്, അഡ്വർടൈസിംഗ് ഏജൻസി എന്നിവർ ഇതിൽ അടങ്ങിയിരിക്കുന്നു. മുംബൈയിലാണ് ABCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ABC ആണ് പബ്ലിഷേഴ്സ് നൽകുന്ന സർക്കുലേഷൻ സംബന്ധിച്ച കണക്കുകൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ ഉപയോഗിച്ച് പരിശോധിക്കുന്നതും അതിന് ആധികാരികത നൽകുന്നതും. ഓരോ 6 മാസവും ഇവർ സർക്കുലേഷൻ സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നു. നെക്സ്റ്റ്, ജെനസിസ് ഓഫ് ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവം എന്ന ടോപ്പിക്ക് നോക്കാം. 1960കളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് ഇൻ്റർനെറ്റ് ആവിർഭവിച്ചത്. മിലിറ്ററി അതുപോലെ അക്കാദമിക് പർപ്പസുകൾക്ക് മാത്രമായിരുന്നു ആദ്യകാലത്ത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിരുന്നത്. 1973 ഈ നെറ്റ്വർക്ക് യൂറോപ്പിലേക്ക് വ്യാപിപ്പിച്ചു. 1980കളുടെ അവസാനത്തിലാണ് ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം വ്യാപകമായത്. പിന്നീട് 1990കളിൽ വേൾഡ് വൈഡ് വെബിൻ്റെ ആവിർഭാവത്തോടെ ലോകത്തിലെ വ്യത്യസ്ത കമ്പ്യൂട്ടറുകളിലുള്ള വിവരങ്ങൾ എല്ലാവർക്കും ലഭ്യമായി. ഇത് ഇൻ്റർനെറ്റിനെ ജനങ്ങളിലേക്ക് എത്തിച്ചു. 1987 ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ലഭ്യമാവുന്നത്. 1987 എർനെറ്റ് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് നെറ്റ്വർക്കാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻ്റർനെറ്റ് സർവീസ്. ഇന്ന് 200ഓളം ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് ഇന്ത്യയിലുണ്ട്. ഇൻ്റർനെറ്റ് പ്രൊവൈഡേഴ്സിൻ്റെ ഇടയിലുള്ള മത്സരം ഇൻ്റർനെറ്റിൻ്റെ കോസ്റ്റ് കുറയ്ക്കുന്നതിനും ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. 1980 വരെ മീഡിയ, ദാറ്റ് മീൻസ് ന്യൂസ് പേപ്പേഴ്സ്, റേഡിയോ, ടെലിവിഷൻ, മാഗസിൻസ് ഒക്കെ പ്രിൻ്റ് ആൻഡ് ബ്രോഡ്കാസ്റ്റ് മോഡലാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ 30 വർഷത്തോളമായി ഇൻ്റർനെറ്റും ഡിജിറ്റൽ കമ്പ്യൂട്ടേഴ്സും മീഡിയയുടെ വളർച്ച വേഗത്തിലാക്കി. ഇൻ്റർനെറ്റിൻ്റെ ആരംഭത്തോടെ ഓൾഡ് മീഡിയകൾ ഡിജിറ്റൽ ടെലിവിഷനിലേക്കും ഡിജിറ്റൽ റേഡിയോയിലേക്കും ഓൺലൈൻ പബ്ലിക്കേഷനിലേക്കും മാറി. ഇൻ്റർനെറ്റ് ഇൻഫോർമേഷൻ ഷെയറിങ്ങിലും മീഡിയയുടെ വളർച്ചയിലും പ്രധാന പങ്കുവഹിക്കുന്നു. നെക്സ്റ്റ്, സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് എന്ന ടോപ്പിക്ക് നോക്കാം. സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സാധിക്കുന്ന വെബ്സൈറ്റുകളെയും ആപ്ലിക്കേഷൻസിനെയുമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ട്രഡീഷണൽ ഓർ ഇൻഡസ്ട്രിയൽ മീഡിയകളിൽ നിന്നും അതിൻ്റെ ക്വാളിറ്റി, റീച്ച്, ഫ്രീക്വൻസി, യൂസബിലിറ്റി എന്നിവ കാരണം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഫേസ്ബുക്ക്, ട്വിറ്റർ, വാട്സാപ്പ് എന്നിവയാണ് പോപ്പുലർ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക്സ്. അതുപോലെ സോഷ്യൽ മീഡിയ ഒരുപാട് ഏകാധിപതികളെ പുറത്താക്കാൻ സഹായിച്ച ഒരു പൊളിറ്റിക്കൽ ടൈം ബോംബ് കൂടിയാണ് എന്ന് പറയാം. മിഡിൽ ഈസ്റ്റിൽ നാം ഇത് കണ്ടതാണ്. ജാസ്മിൻ റവല്യൂഷൻ എന്ന പേരിലാണ് മിഡിൽ ഈസ്റ്റിൽ ഈ മൂവ്മെൻ്റ് ഉണ്ടായത്. ഇന്ത്യയിലും അണ്ണാ ഹസാരെ അഴിമതിക്കെതിരെ നടത്തിയ സമരത്തിലും സോഷ്യൽ മീഡിയ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് എവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പ്രസ് എന്ന ഈ ചാപ്റ്ററിലുള്ളത്. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.